അടിമാലി ബസ് സ്റ്റാൻഡിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് ഉപരോധവും പ്രതിഷേധവും സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്തെ ദുർഗന്ധം ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കുക, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുക, ബസ് സ്റ്റാൻഡ് ഹൈടെക് രീതിയിൽ നവീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സിപിഎമ്മിന്റെ പ്രതിഷേധം. അടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡിനെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അവഗണിക്കുന്നുവെന്നാരോപിച്ച് സിപിഎം അടിമാലി ടൗൺ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലായിരുന്നു ബസ് സ്റ്റാൻഡ് ഉപരോധവും പ്രതിഷേധവും സംഘടിപ്പിച്ചത്. ബസ് സ്റ്റാൻഡ് റോഡിൽ ഉപരോധം തീർത്ത് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു. സിപിഎം അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വന്നാൽ മനുഷ്യന് മനസമാധാനത്തോട് ചായ കുടിക്കാൻ കഴിയില്ല. എപ്പോ വന്നാലും മണം. സെപ്റ്റി ടാങ്ക് നന്നാക്കാൻ വേണ്ടിയിട്ട് എല്ലാ പഞ്ചായത്ത് എത്ര തവണയാണ് പണം അനുവദിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എല്ലാ പഞ്ചായത്തിന്റെ പ്രോജക്റ്റിലും അടിമാലി ബസ് സ്റ്റാൻഡിന്റെ നവീകരണത്തിനും സെപ്റ്റി ടാങ്ക് നന്നാക്കാനും പൈസ ഇടും. അവസാനം അത് പ്രയോജനമാവില്ല. ഇപ്പോൾ ഈ ടൗണിൽ ഒരു കഴിഞ്ഞ 10-15 ദിവസമായിട്ട് നിൽക്കാൻ പറ്റില്ല. ഈ സമരം നടക്കുന്ന ഈ സമയത്ത് അതിന് പരിഹാരം കണ്ടിട്ടില്ല. കേരളം എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയായിട്ടുള്ള, ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള ഒരു ശുചിത്വ സംസ്ഥാനമാണ്. അത് ഒരു കാരണവശാലും നടപ്പാക്കില്ല എന്നാണ് അടിമാലി പഞ്ചായത്തിന്റെ രാഷ്ട്രീയം. അടിമാലി ബസ് സ്റ്റാൻഡിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ബസ് സ്റ്റാൻഡ് പരിസരത്തെ ദുർഗന്ധം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുക, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുക, ബസ് സ്റ്റാൻഡ് ഹൈടെക് രീതിയിൽ നവീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സിപിഎം പ്രതിഷേധത്തിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നത്. പ്രതിഷേധ സമരത്തിൽ PM ബഷീർ അധ്യക്ഷത വഹിച്ചു. TK സുദേശ് കുമാർ, CS സുധീഷ്, KV ഉല്ലാസ്, ഷെർലി മാത്യു, റോജി പോൾ, KA ഹാരിസ്, ബെന്നി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിഷയത്തിൽ പ്രശ്നപരിഹാരം കാണുന്നില്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ തുടർ സമരം നടത്തുമെന്ന് CPM മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, അടിമാലി.